ഇന്നലെ വൈകുന്നേരം 6:30 യവനിക വേദിയിൽ മൈമിംഗ് അവതരിപ്പിക്കപ്പെട്ടത്. 20 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. നിശബ്ദാഭിനയമായ മൈമിങ്ങിനെ വെറും ഡാൻസാക്കി മാറ്റിയെന്നാണ് പ്രധാന പരാതി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഫാൻസി ഡ്രസ്സും ടാബ്ലോയും നിർത്തലാക്കിയതിന് ശേഷം ഇത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഡാൻസിൻ്റെ രൂപം, അത് നൃത്തമാണോ നാടകമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. നാടകം പോലെ ഭാവാഭിനയത്തിലൂടെയാണ് മൈമിങ്ങും കഥ പറയേണ്ടതെന്നാണ് ഒരു വിഭാഗം കലാകാരന്മാർ പറയുന്നത്. എന്നാൽ വലിയ ശബ്ദമുണ്ടാക്കി നൃത്തമാണിപ്പോൾ മൈമിങ്ങിന്റെ പേരിൽ അരങ്ങേറുന്നത്. ജപ്പാനീസ് കലാരൂപമായ മൈമിങ് ലോകത്തുടനീളം അഭിനയമാണെന്നും ഇവർ പറയുന്നു. ഇപ്പോൾ നടക്കുന്ന മൈമിങ്ങിന് വലിയ പണച്ചിലവുമുണ്ട്. മേക്കപ്പിനും വസ്ത്രങ്ങൾക്കും മറ്റുമായി വൻ തുകയാണ് ഓരോ ടീമുകളും ചിലവഴിക്കുന്നത്. കൗമാര പ്രതിഭകൾ വലിയ ഉത്സാഹപൂർവ്വം അവതരിപ്പിക്കുന്ന ഒരു കലാരൂപം അതിൻ്റെ തനതു രീതിയിൽ നിന്നും മാറിയാണെന്ന വിമർശനം ഉയരുമ്പോൾ അത് ശരിയാണോ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിക്കൽ അനിവാര്യമാണ്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.